Hello dear students, welcome back to Level Up Learning Platform. ഇനി നമ്മൾ VHSCയിലെ ED സബ്ജക്റ്റിലെ ചാപ്റ്റർ 3 പ്രൊജക്ട് ഫോർമുലേഷൻ ഓൾറെഡി നമ്മൾ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട്, തിയറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പാർട്ട് 2 ആണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 2 നോക്കാം. പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ചൊന്ന് തിയറി പറയണം. അതിൽ ഒന്നാമത്തെ ടോപ്പിക് വരുന്നതാണ് കോസ്റ്റ്. കോസ്റ്റ്, ഇറ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ദ റിസോഴ്സസ് ഗിവൻ അപ്പ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന റിസോഴ്സസിൻ്റെ വാല്യൂവിനെ, മോണിറ്ററി വാല്യൂവിനെയാണ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന ചെലവിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. On the basis of behavior or variability, cost can be classified as three: fixed cost, variable cost, and semi-variable or semi-fixed cost. അപ്പോൾ നമുക്ക് ഈ കോസ്റ്റിന്റെ ബിഹേവിയർ അനുസരിച്ച്, അതായത് ചെലവിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് ഇതിനെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ആൻഡ് സെമി വേരിയബിൾ ഓർ സെമി ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ്. Fixed costs are those costs which tends to be unaffected by variations in volume of output. Fixed costs are those costs which tends to be unaffected by variation in volume of output. അതായത് ഔട്ട്പുട്ടിന്റെ വോളിയം ചേഞ്ച് വന്നാലും എഫക്റ്റ് ചെയ്യാത്ത കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ചേഞ്ചസ് ഒന്നും ഉണ്ടാകാത്ത കോസ്റ്റുകൾ. ഇപ്പം നമ്മളൊരു 10 പേന മേടിക്കുമ്പോഴും 10 പേന നമ്മൾ ഉണ്ടാക്കുമ്പോഴും 100 പേന ഉണ്ടാക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന റെന്റ് സെയിം ആണ് ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ. അപ്പൊ എന്താണ്, അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ചേഞ്ച് ചെയ്യാത്ത, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്താലും വോളിയം ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെന്റ് ഓഫ് പ്രോപ്പർട്ടി, ഇൻഷുറൻസ്, ഓഫീസ് സാലറി എക്സെട്ര. This cost is also known as period cost. Period cost എന്നും ഈ ഒരു കോസ്റ്റ് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ, ഔട്ട്പുട്ടിന്റെ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ വേരിയേഷൻസ് എഫക്റ്റ് ചെയ്യാത്ത കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് ആയിട്ട് നിന്നുകൊണ്ട് പോകുന്ന കോസ്റ്റ്. ഇങ്ങനെയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കും. അതായത് ഔട്ട്പുട്ടിന്റെ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ വാരി ചെയ്യുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. Variable cost is a cost which tends to vary directly with volume of output. അതായത് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. These costs vary direct proportion to changes in the volume of output. ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് തന്നെയായിരിക്കും, അതിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെയായിരിക്കും ഈ കോസ്റ്റിലും എന്തുണ്ടാകുക, ചേഞ്ചസ് വരുന്നുണ്ടാകുക. Total variable cost increases when volume of output increases and decreases when output decreases in direct proportion. എന്താണ്, വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, വോളിയം ഓഫ് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റും ഡിക്രീസ് ചെയ്യും. അതായത് 10 പേന ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, അതിന് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ 10 പേനയ്ക്ക് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്നു, അതാണ് ഇതിന്റെ കോസ്റ്റ് ആയിട്ട് വരുന്നത്. 100 പേന അറ്റ് ദ സെയിം ടൈം നമ്മൾ 100 പേന ഉണ്ടാക്കുമ്പോൾ എന്താണ്, 10 പേനയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മാത്രം നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. 100 പേനയ്ക്ക് 100 പേന ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് വേണ്ടി വരും. അപ്പോൾ ഇത്തരത്തില് വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുമ്പോൾ എന്താണ്, കൂടുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ കുറയുമ്പോൾ കുറയുന്ന കോസ്റ്റിനാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോഡക്റ്റ് കോസ്റ്റ്. Examples: direct material, direct labor, power, fuel, etc. The last one is semi-variable or semi-fixed cost. Semi-variable or semi-fixed cost are the cost which is partly fixed or variable. അതായത് പാർട്ട്ലി എന്തായിരിക്കും, ഫിക്സഡോ വേരിയബിളോ ആയിട്ടുള്ള കോസ്റ്റുകളെയാണ് സെമി വേരിയബിൾ ഓർ സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. These costs change but not in direct proportion with changes in volume of output. അതായത് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കാര്യത്തിൽ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിന് ഒപ്പം അതിന്റെ ഡയറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും അതിന്റെ കോസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാക്കുക. പക്ഷെ സെമി വേരിയബിൾ ഓർ സെമി ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല ചേഞ്ച് ഉണ്ടാകുക. അറ്റ് സം പോയിന്റിൽ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതിനേക്കാൾ കൂടുതൽ എന്താണ്, ഇൻക്രീസ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് വരുന്നുണ്ടാകുക,
കോസ്റ്റിൽ വേരിയേഷൻസ് വരുന്നുണ്ടാകും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലിഫോൺ ചാർജസ്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്, ഡിപ്രീസിയേഷൻ എക്സെട്ര. ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് കോസ്റ്റുകളാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. സെമി വേരിയബിൾ ഓർ സെമി ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഇവിടെ അധികം ആവശ്യം വരുന്നില്ല. സോ ടോട്ടൽ കോസ്റ്റ്, അതായത് ഒരു പ്രോഡക്റ്റിന്റെ ചെലവ്, മൊത്തം ചെലവ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതായത് സ്ഥിരമായിട്ടുള്ള ചെലവും അതുപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടിനനുസരിച്ച് ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റും ചേർന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കൂടെ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫിക്സഡ് കോസ്റ്റ് കാണാൻ ഇപ്പം എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്താൽ മതി. സോ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇനി വേരിയബിൾ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ മതി. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഓൾമോസ്റ്റ് എല്ലാ ഇയേഴ്സിലെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കാണാനായിരിക്കും, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കാണാനായിരിക്കും, വേരിയബിൾ കോസ്റ്റ് കാണാനായിരിക്കും. ഡയറക്റ്റ് ആയിട്ടാണ് തരിക. ടോട്ടൽ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റിനെയും ഫിഗർ തന്നിട്ടുണ്ടായിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും ഫിഗർ തന്നിട്ടുണ്ടായിരിക്കും. വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെയും ഫിക്സഡ് കോസ്റ്റിനെയും എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ടോട്ടൽ കോസ്റ്റ് ഫ്രം ദ ഫോളോയിങ്. ടോട്ടൽ കോസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 1,40,000, വേരിയബിൾ കോസ്റ്റ് 60,000. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യണം. So total cost is equal to fixed cost plus variable cost. That is 1,40,000 plus 60,000. Answer is 2 lakhs. Then from the following information calculate fixed cost. ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. എന്താണ് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സോ 2 ലാഖിൽ നിന്നും 1,50,000 ഡിഡക്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 50,000 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. കോസ്റ്റിന്റെ കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുന്നതാണ്, കൂട്ടുന്നതാണ്. ഇനി ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്ട് ചെയ്യണം. വാരിയബിൾ കോസ്റ്റ് കാണണമെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ഡിഡക്ട് ചെയ്യണം. സിമ്പിൾ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൊല്ലം ചോദിക്കാറുള്ളതാണ്. സ്കിപ്പ് ചെയ്യാതെ ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, ബാക്കി രണ്ടെണ്ണം നമുക്ക് അതിന് ഡിറൈവ് ചെയ്തെടുക്കാം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. It is the difference between the sales value and variable cost, or it is the total of fixed cost and profit. ഇപ്പൊ എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? സെയിൽസ് വാല്യൂവിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂട്ടുന്നതാണ്. അതിന്റെ ടോട്ടലാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോൺട്രിബ്യൂഷൻ? ദ എമൗണ്ട് അവൈലബിൾ ഫോർ കവറിംഗ് ദ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇസ് കോൾഡ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അതിന്റെ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കവർ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ കോൺട്രിബ്യൂഷൻ കാണാൻ 2 ഇക്വേഷൻസ് ആണുള്ളത്. മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പറയുന്ന ഇക്വേഷൻസ് ആണ്. മിക്ക പ്രോബ്ലത്തിൽ നമുക്ക് വരുന്നത് ഈ സെയിൽസും വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. സോ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും മിക്കപ്പോഴും യൂസ് ചെയ്യുക. ഇനി അധികം അങ്ങനെ ചോദിക്കാതെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു രീതിയാണ് ഈ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ദർ ഇസ് 2 ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ ഇസ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. Then second one is contribution is equal to fixed cost plus profit. Okay, നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. അസൈൻമെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻ. ഇവിടെ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. സെയിൽസ് 2,40,000, വേരിയബിൾ കോസ്റ്റ് 1 lakh. സോ കോൺട്രിബ്യൂഷൻ കാണാൻ എന്ത് ചെയ്യണം?
സെയിൽസും വേരിയബിൾ കോസ്റ്റും ആണ് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. 2,40,000 minus 1 lakh is equal to 1,40,000. Then ascertainment of contribution. അവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതും എന്ത് തന്നെയാണ്? കോൺട്രിബ്യൂഷൻ തന്നെയാണ്. സോ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് 3 lakh plus 80,000, 3,80,000. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഫിക്സഡ് കോസ്റ്റും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാം. ഫിക്സഡ് കോസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 4 lakh minus 1,80,000 is equal to 2,20,000. എളുപ്പമാണല്ലോ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്, അത് നമുക്ക് തന്നിട്ടില്ല. നമുക്കപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആണ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് 2,20,000 പ്ലസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് 80,000. So 2,20,000 plus 80,000, 3 lakh. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ ഇവിടെ കോൺട്രിബ്യൂഷന്റെ കാര്യം പറഞ്ഞു, ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രോഫിറ്റും കണ്ടുപിടിക്കേണ്ട സ്റ്റേറ്റ്മെന്റ്, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. എല്ലാ വർഷവും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പം ഞാൻ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ED-യിൽ സാധാരണയായിട്ട് ഒരേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്, സെക്കൻഡ് ഇയേഴ്സിന് പ്രത്യേകിച്ച്. അപ്പോൾ മിക്കപ്പോഴും ഇതുപോലെ ഒരേ സ്ട്രക്ചറിൽ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ഫിഗേഴ്സ് മാത്രം മാറ്റിയിട്ടുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ ഇതും അങ്ങനത്തെ ഒരു മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കണം. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ലൈക്ക് ദിസ്, ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഇതിന്റെ താഴെ പർട്ടിക്കുലേഴ്സും എമൗണ്ട് എന്നും പറഞ്ഞിട്ടൊരു കോളം കൂടെ ഉണ്ടായിരിക്കണം. ഈ സെയിൽസിന്റെ മുൻപിലായിട്ട് ഈ ഒരു പോർഷന്, അതായത് ഇങ്ങനെ ഒരു ഡിവിഷൻ കൊടുക്കുക, ഇങ്ങനെ ഒരു ഡിവിഷൻ കൊടുത്തിട്ട് ഈ ഒരു പോർഷനെ പർട്ടിക്കുലേഴ്സിനും തിരിക്കുക, ഇവിടെ എമൗണ്ട് കോളം ആയിട്ടും തിരിക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ സെയിൽസിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ടു അസർട്ടൈൻ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നതായിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് പ്രോഫിറ്റ്. സോ ഈ പ്രോബ്ലത്തിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുള്ളത് 1,80,000 ആണ്. 1,80,000 നിന്ന് വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 1 lakh നമ്മൾ മൈനസ് ചെയ്തു. 1 lakh നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 80,000 കിട്ടും. ആ എമൗണ്ട് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റ് ഫിഗർ എത്രയാണ്? 50,000 ആണ്. 50,000. അപ്പൊ ഈ 80,000 നിന്നും 50,000 നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ 30,000 കിട്ടും. ഈ 30,000 ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം. സെയിൽസ് 1,80,000. 1,80,000 നിന്നും വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 1 lakh. 1 lakh എവിടെ നിന്ന് വന്നു? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh. മൈനസ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും 80,000. അതിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് 50,000 ഫിക്സഡ് കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 30,000 കിട്ടും. ആ 30,000 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്.
മറക്കാതെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇതുപോലൊരു കോളം 2 കോളത്തോട് കൂടിയിട്ടുള്ള ഒരു ടേബിൾ ഫോർമാറ്റ് വരച്ചിട്ട് അതിന് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് വേണം ഈ ഒരു പ്രോബ്ലം പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇച്ചിരി കമ്പയർഡ് ടു അതർ ടോപ്പിക്സ് നമുക്ക് കുറച്ചും കൂടെ ടഫ് ആയിട്ട് തോന്നാവുന്ന ഒരു ഇക്വേഷനും ഒരു പ്രോബ്ലം ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് is the level of activity at which there is no profit, no loss. അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഒരു ഫേമിന്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റിനെയാണ് പറയുന്നത്. അപ്പൊ ആ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ എന്താണ്, അവർക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടായിരിക്കില്ല. അതായത് സെയിൽസ് കോസ്റ്റിനോട് ഈക്വൽ ആയിട്ടുള്ള പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് 100 നമുക്ക് വരുമാനമായിട്ട് കിട്ടിയത് 100. അതുപോലെ നമുക്ക് ചെലവായതും എന്താണ്, 100 രൂപ തന്നെയാണ്. അപ്പൊ നമ്മുടെ വരവും സെയിൽസും നമ്മുടെ ചെലവും കോസ്റ്റും സെയിം ആയി. അപ്പൊ അവിടെ എന്തുണ്ടായി, 100 ആയി. അപ്പൊ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഇല്ല, ലാഭമില്ല, അതുപോലെ എന്തുമില്ല, നഷ്ടവും ഇല്ല. അപ്പൊ ഈ ഒരു പോയിന്റ്, അതായത് 100 എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയാ, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ഇനി നമുക്കത് എന്താണ് 150 ആയിട്ട് കിട്ടി. 150 ആവുമ്പോൾ എന്താണ്, നമ്മുടെ സെയിൽസ് 150ഉം അതുപോലെ തന്നെ കോസ്റ്റ് 100ഉം ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് ലാഭമാണ്. ഇനി സെയിൽസ് 50 ആണ്, നമ്മുടെ കോസ്റ്റ് 100 തന്നെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും, നഷ്ടമായിരിക്കും. സോ ഈക്വൽ ആയിട്ട് വരുന്ന സെയിൽസും അതുപോലെ തന്നെ റവന്യൂ അതുപോലെ തന്നെ കോസ്റ്റും ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ആൻഡ് ദർ ഇസ് in that point there is no profit and no loss. അവിടെ പ്രോഫിറ്റും ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്തുണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. It is the point at which the total revenue is equal to total loss. നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ ലോസ് എന്നല്ല, കോസ്റ്റ് എന്നാണ് കേട്ടോ, കോസ്റ്റിനോട് ഈക്വൽ ആകുന്നത് പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. സെയിൽസ് above break even point will result profit and sales below break even point will result loss. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാളും കൂടുതലാണ് നമ്മുടെ സെയിൽസ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, അതേസമയം കുറവാണ് സെയിൽസ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ലോസ് ആയിരിക്കും. സോ BEP is known as no profit no loss point. പ്രോഫിറ്റും ലോസും ഇല്ലാത്ത പോയിന്റിനെയാണ് നമ്മൾ BEP എന്ന് പറയുക. അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് വിളിക്കുക, നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. BEPയുടെ കാൽക്കുലേഷൻസ് ആണ്. BEP 2 തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. BEP ഇൻ യൂണിറ്റ്സും അതുപോലെ തന്നെ BEP ഇൻ സെയിൽസും. BEP ഇൻ യൂണിറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു യൂണിറ്റിന് ചെലവാകുന്ന കോൺട്രിബ്യൂഷൻ. ഇനി അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിനുള്ളതാണ് കേട്ടോ. ഇനി BEP ഇൻ സെയിൽസ് ആണെങ്കിൽ സെയിൽസിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ BEP is equal to fixed cost into sales divided by contribution. ഇത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതിയാലും മതി, F into S by C എന്ന്. F means fixed cost, S means sales, C means contribution. So F into S by C എന്ന് പഠിച്ചാലും അത് എളുപ്പമായിരിക്കും. Then or BEP in units into selling price per unit. ഈ ഇക്വേഷൻസ് കാണാണ്ട് പഠിക്കേണ്ടതാണ്, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പ്രോബ്ലത്തിലേക്ക് പോകാം. First question, compute break-even point in units and sales value from the following data. ഇവിടെ നമുക്ക് രണ്ടിലും കണ്ടുപിടിക്കണം, യൂണിറ്റിലും കണ്ടുപിടിക്കണം, സെയിൽസിലും കണ്ടുപിടിക്കണം. Total output 15,000 units, selling price per unit 30, variable cost per unit 20, fixed cost 1,20,000. അപ്പോൾ ആദ്യം നമുക്ക് BEP in units കാണാം. BEP in units കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്രയാ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 1,20,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ എന്താണ് നമുക്കിവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്,
സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് പെർ യൂണിറ്റ് ആണ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ വേണ്ടത്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. ഇവിടെ നമ്മൾ അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് 30 മൈനസ് 20 ചെയ്യുക. 10 ആണ് കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. സോ 1,20,000 ഡിവൈഡഡ് ബൈ 10. അപ്പൊ BEP ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 12,000 യൂണിറ്റ്സ് ആണ്. 12,000 യൂണിറ്റ്സ്. Then BEP in sales. BEP in sales ആണുള്ള ഇക്വേഷൻ F into S divided by C. Fixed cost into sales divided by contribution. Fixed cost നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 1,20,000. ഇനി സെയിൽസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്, എത്ര രൂപയ്ക്കാണ് നമ്മൾ വിറ്റിട്ടുള്ളത്, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് വാല്യൂ കിട്ടും. സോ സെയിൽസ് ഇസ് ഈക്വൽ ടു 15,000 into 30, 4,50,000. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. BEP in സെയിൽസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് യൂണിറ്റ് കോസ്റ്റ് അല്ല, പെർ യൂണിറ്റ് കോസ്റ്റ് അല്ല വേണ്ടത്, മൊത്തം വാല്യൂ ആണ് വേണ്ടത് സെയിൽസ് ആയിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഔട്ട്പുട്ടിനെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതാണ് സെയിൽസ് എന്ന് പറയുന്നത്. 4,50,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എത്ര നമ്മൾ കണ്ടുപിടിച്ചേ? 10 ആണ്. ഇതും നമുക്ക് എന്താണ്? സെയിൽസിലാണ് കാണേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 15,000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 15,000 into 10. അപ്പൊ എത്രയാണ്? 1,50,000 is equal to 3,60,000. എല്ലാവരും നിർബന്ധമായിട്ടും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തന്നെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നോക്കാട്ടോ, നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പോകുന്ന സമയത്ത്. Okay, next problem. From the following information, calculate BEP in sales and unit. Selling price per unit തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ BEP in units കാണാൻ എന്ത് ചെയ്യണം? F divided by C per unit. Fixed cost divided by contribution per unit. അപ്പൊ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 50,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? സെല്ലിംഗ് പ്രൈസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യണം. 30 minus 20, 10. So 5,000 units. Then BEP in sales കാണാൻ BEP in units into selling price per unit ചെയ്താൽ മതി. അപ്പൊ BEP in units എത്രയാ? നമ്മളിപ്പോ കണ്ടുപിടിച്ച 5,000 ആണ് BEP in units. 5,000 into selling price per unit 30. അപ്പൊ 5,000 into 30, 1,50,000. സോ ഇതാണ് BEP യുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇക്വേഷൻസ് പഠിക്കുക, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ടോട്ടൽ കോസ്റ്റ് അതായത് കോസ്റ്റിന്റെ പ്രോബ്ലം നമ്മൾ നോക്കി, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ നോക്കി, പിന്നെ നോക്കിയത് കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ്, ദെൻ BEP. ഇനിയും ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടെ കോൺസെപ്റ്റ് ഉണ്ട്, റേഷ്യോസ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. So thanks for watching.